ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്ന ടേമാണ്. എന്താണ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ? ഡെഫിനിഷൻ, നമുക്ക് ഒരു ചൈൽഡ് എന്നുള്ളത് ഒരു ഡെഫിനിഷനായിട്ട് പറഞ്ഞാൽ ആരെ നമുക്ക് ചൈൽഡായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും? ദ മാൻ whose age is below 21 years and woman whose age is below 18 is kept in the category of child. Man ആണെങ്കിൽ below 21 and child below 18 is kept in the category of child. അപ്പോൾ ഈ ചൈൽഡ് ആക്ട് അല്ലെങ്കിൽ ചിൽഡ്രന് ഉള്ള ലോസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സിവിൽ റൈറ്റ്സ് ഉണ്ട്, ഫാമിലി, എൻവയോൺമെൻറ്റ്, നെസസറി, ഹെൽത്ത് കെയർ, വെൽഫെയർ, എഡ്യൂക്കേഷൻ, ഇത്ര എല്ലാ ആക്ടിവിറ്റീസിനും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ചൈൽഡ് ലേബറാണ്. പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. ഈ ആക്ട് അനുസരിച്ച് ഹൗ ചിൽഡ്രൻ ക്യാൻ വർക്ക് ആൻഡ് വെയർ ദേ കാൺഡ് വർക്ക്. കുട്ടികൾക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാം, എവിടെയൊന്നും വർക്ക് ചെയ്യാൻ പാടില്ല, ഇതിനെക്കുറിച്ച് ഈ ആക്ടിൽ വളരെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ റൈറ്റ് ടു എഡ്യൂക്കേഷനാണ്. ആർട്ടിക്കിൾ 21A ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. 68th അമെൻമെൻറ്റ് ആക്ട് 2002 പാസ്സായിട്ടുണ്ട്. അത് വെച്ച് പറയുന്നത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ അണ്ടർ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14. 6 to 14 ഏജിലുള്ളവർക്ക് കമ്പൽസറി ആയിട്ട് എന്ത് വേണം? പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് അമെൻമെൻറ്റ് ആക്ട് ആയിട്ട് 2002 പാസ്സായിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇന്ത്യയിൽ 25% സീറ്റ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് റിസർവ് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ ചൈൽഡ് ട്രാഫിക്കിംഗ് ആണ്. നമുക്കറിയാം യുനിസെഫ് അണ്ടർ ഏജ് ഓഫ് 18 താഴെയുള്ള കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഷെൽട്ടേഡ് ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും അവരെ താമസിപ്പിക്കുന്നതും ഒക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. അത് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ കൺട്രി, നമ്മുടെ സ്വന്തം രാജ്യത്തിലോ വെളിയിലൊരു രാജ്യത്തോ ഇത് പാടില്ല, അത് ക്രൈമാണ്. ഓക്കെ, ചൈൽഡ് ട്രാഫിക്കിംഗ് ആണ്, അത് ബാൻ ചെയ്തിട്ടുണ്ട്. ഫോർത്ത് വൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. പോസ്കോ പ്രകാരം കേസെടുത്തു എന്ന് പറഞ്ഞാൽ എപ്പോഴും പത്രത്തിൽ കാണാം അല്ലേ. ഇത് 2012 ആക്റ്റാണ്. നമ്മുടെ ഏകദേശ കണക്കനുസരിച്ച് 53% ഓഫ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഫേസ് സെക്ഷുവൽ അബ്യൂസ് ഇൻ സം ഫോം. ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുട്ടികൾ ഇത്തരം ഒഫൻസ് നേരിടുന്നുണ്ട്. അപ്പോൾ ഈ അബ്യൂസ്മെൻറ്റ് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്റ്റായിട്ടുള്ള പോസ്കോ ആക്റ്റിൽ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് ഇംപ്ലിമെൻറ്റഡ് ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ, ആൺ പെൺ വ്യത്യാസം ഒന്നുമില്ല. കുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ലാതെയാണ് ഈ ആക്ട് വർക്ക് ചെയ്യുന്നത്. എനി ടൈപ്പ് ഓഫ് ഡിസ്പ്ലേ ഓഫ് പ്രോണോഗ്രാഫി ഇൻ ഫ്രണ്ട് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ മുന്നിൽ ഇതൊന്നും അലൗഡ് അല്ല. അതെല്ലാം നമുക്ക് ഈ പോസ്കോ നിയമത്തിൽ കൊണ്ടുവന്ന് ശിക്ഷയ്ക്ക് കാരണമാവും. അപ്പം പണിഷബിൾ ഒഫൻസാണ്. ഓക്കെ, അതാണ് പോസ്കോ ആക്ട്. ദെൻ ഫിഫ്ത്ത് വൺ ജുവനൈൽ ജസ്റ്റിസ് ആണ്. ജുവനൈൽ ജസ്റ്റിസ് നിങ്ങൾക്കറിയാം, ജുവനൈൽ ഹോം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് ആണ്. അത് 2015 ഇപ്പോൾ അതിനൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. 2000 ഒരു നമുക്കറിയാം ഇന്ത്യ മൊത്തം വിറങ്ങലിച്ചു പോയ ഒരു ഗാങ് റേപ്പിൽ, ആ കേസിൽ ഒരു പ്രതി, അയാൾക്ക് ഫ്യൂ മന്ത് ഷോർട്ട് ഓഫ് 18 years ഓഫ് ഏജ് ആയിരുന്നു. അപ്പം ആ ഒരു ഇതിൻ്റെ പേരിൽ പിന്നീട് അതിനൊരു മാറ്റം വരുത്തി. ഇപ്പോൾ ഇറ്റ് ഈസ് ദ ഏജ് ഓഫ് ജുവനൈൽ ഈസ് റിഡ്യൂസ്ഡ് ടു 16 years. 16 വയസ്സിന് താഴെയാണെങ്കിൽ മാത്രമേ ജുവനൈൽ ആക്ട് വെച്ചിട്ട് അയാൾക്ക് ജുവനൈൽ ഹോമിൽ പോകാൻ പറ്റൂ. അല്ലെങ്കിൽ അതിന് ശേഷമുള്ളവരാണെങ്കിൽ എന്താണ്, സാധാരണ വലിയ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും ആ കേസിൽ ട്രീറ്റ് ചെയ്യുക, അല്ലാതെ കുട്ടിയാണെന്നുള്ള കൺസിഡറേഷൻ കൊടുക്കില്ല. ഈ ചിൽഡ്രൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ് തന്നെയാണ്. ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീയിങ് തന്നെയാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ഇതിലുണ്ട്.
ഫണ്ടമെൻ്റൽ ഗ്യാരണ്ടീസ് ടു ഓൾ ഹ്യൂമൻ ബീയിങ്സ്, ദ റൈറ്റ് ടു ലൈഫ്, നോൺ ഡിസ്ക്രിമിനേഷൻ. നമ്മൾ നേരത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പഠിച്ച സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ റൈറ്റ്സ്, എഡ്യൂക്കേഷൻ്റെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ, കളക്റ്റീവ് റൈറ്റ്സ്, ഇതെല്ലാം ചിൽഡ്രൻസ് റൈറ്റ്സ് ആയിട്ട് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അടുത്ത റൈറ്റ് മൈനോറിറ്റി റൈറ്റ് ആണ്. മൈനോറിറ്റി റൈറ്റ്സ് ആർ ദ നോർമൽ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആസ് അപ്ലൈഡ് ടു മെമ്പേഴ്സ് ഓഫ് റേഷ്യൽ, ethnic, class, religious, linguistic or gender and sexual minorities, and also the collective rights according to minority group. അപ്പോൾ യൂണിയൻ ഗവൺമെൻറ് സെറ്റപ്പ് ദ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, അതാണ് NCM, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. അണ്ടർ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട്, അത് 1992 നിലവിൽ വന്നത്. ഇതിൽ 6 റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അതായത് മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, സിഖ്സ്, ബുദ്ധിസ്റ്റ്, പാഴ്സീസ്, ജെയിൻസ്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ്റെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനുള്ളിൽ വന്നതാണ്. അപ്പോൾ ഇതാണ് ഇങ്ങനെ അവർക്ക് പ്രത്യേകം കുറച്ച് അഡീഷണൽ പ്രൊട്ടക്ഷൻസും കൂടി ബൈ ലോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വന്നത് റൈറ്റ് ഓഫ് പ്രിസണേഴ്സ് ആണ്. പ്രിസണേഴ്സ് ബൈ വേർഡ് എന്താണ്? ദേ ആർ എനി പേഴ്സൺ ഹൂ ഈസ് കെപ്റ്റ് അണ്ടർ കസ്റ്റഡി ഇൻ ജയിൽ, പ്രിസൺ, ബിക്കോസ് ഹി ഓർ ഷീ കമ്മിറ്റഡ് ആൻ ആക്ട് പ്രൊഹിബിറ്റഡ് ബൈ ലോ ഓഫ് ദ ലാൻഡ്. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിക്കാതെ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തിയ ആൾക്കാരെ കസ്റ്റഡി ഇൻ ജയിലിലോ പ്രിസണിലോ അടയ്ക്കുന്നു. അത്തരം ആൾക്കാരാണ് പ്രിസണേഴ്സ്. ബട്ട് ഈ പ്രിസണേഴ്സിനും ദേ ഓൾസോ ഹാവ് ബേസിക് ലീഗൽ റൈറ്റ്സ് ദാറ്റ് കാൻ ബി ടേക്കൺ അവേ ഫ്രം ദം. അതായത് ബേസിക് റൈറ്റ്സ് അവർക്കുമുണ്ട്, വിച്ച് ഇൻക്ലൂഡ് റൈറ്റ് ടു ഫുഡ്, വാട്ടർ, റൈറ്റ്സ് ടു ഹാവ് ആൻ അറ്റോർണി ടു ഡിഫെൻഡ് ഹിംസെൽഫ്, പ്രൊട്ടക്ഷൻ ഫ്രം ടോർച്ചർ, വയലൻസ്, ഹരാസ്മെൻറ്റ്. ഇതിൽ നിന്നൊക്കെ അവർക്കും എന്ത് വേണം? പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഓക്കെ, സെക്ഷൻ 1 ഓഫ് ദ പ്രിസൺ സെക്യൂരിറ്റി ആക്ട് 1992 ഡിഫൈൻസ് ദ ടേം പ്രിസണർ. പ്രിസണർ എന്ന് പറഞ്ഞാൽ എനി പേഴ്സൺ ഫോർ ദ ടൈം ബീയിങ് ഇൻ എ പ്രിസൺ ആസ് എ റിസൾട്ട് ഓഫ് എനി റിക്വയർമെൻറ്റ് ഇമ്പോസ്ഡ് ബൈ എ കോർട്ട് ഓർ അതർവൈസ് ദാറ്റ് ഹി ബി ഡീറ്റെയിൻഡ് ഇൻ ലീഗൽ കസ്റ്റഡി. അപ്പോൾ ഇതാണ് 1992 വന്ന ആക്റ്റും അത് വെച്ച് ഡിഫൈൻ ചെയ്തത് എന്താണ് പ്രിസണർ എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോർട്ടും അതുപോലെ ഇന്ത്യൻ സുപ്രീം കോർട്ടും ഒക്കെ പറഞ്ഞിട്ടുള്ളത് എ നാച്ചുറൽ പേഴ്സൺ ആൻഡ് ഓൾസോ എ ലീഗൽ പേഴ്സൺ തന്നെയാണ് ആര്? ഈ പ്രിസണിലുള്ള ഹ്യൂമൻ. ആ ഹ്യൂമൻ ഒരു നാച്ചുറൽ പേഴ്സൺ തന്നെയാണ്, നിയമം അയാൾക്കും വിധേയമാണ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് 6 freedoms to citizens of India, among which certain freedoms can be enjoyed by the prisoners. എല്ലാ ലോസും അല്ലെങ്കിൽ എല്ലാ ഫ്രീഡവും എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഉണ്ട്. പക്ഷെ പ്രിസണേഴ്സിന് ഇല്ലാതെ വന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ്? ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ആൻഡ് ഫ്രീഡം ഓഫ് പ്രൊഫഷൻ. ഈ കാര്യത്തിലാണ് പ്രിസണേഴ്സിന് കുറച്ച് കണ്ടീഷൻസ് വന്നത്. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, എവിടെയെങ്കിലും താമസിക്കാനും ഇഷ്ടമുള്ള ജോലി ചെയ്യാനും ഒന്നും പ്രിസണിനുള്ളിലാവുമ്പോൾ സാധ്യമല്ലാതാവുന്നുണ്ട്. അല്ലാതെയുള്ള എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും പ്രിസണേഴ്സിനും അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് സയൻസ്, ടെക്നോളജി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.